നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്ത. സ്വർണ്ണപ്പാളി വിവാദത്തിലെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ആരോപണ വിധേയനായ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയാനുള്ളത് കോടതിയിൽ പറയുമെന്ന് സ്പോൺസർ. തിരുവനന്തപുരത്തെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് മറ്റന്നാൾ ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. അറ്റകുറ്റപ്പണിക്കായി സ്വർണ്ണപ്പാളി സ്പോൺസർക്ക് കൈമാറിയതിൽ വീഴ്ച, പീഠം കാണാനില്ലെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണത്തിലെ ഗൂഢാലോചന തെളിഞ്ഞെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് UDF അന്വേഷണം നടത്തി വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന്റെ ഭാഗമാണെന്ന് താൻ പറയുന്നില്ലെന്നും UDF കൺവീനർ അടൂർ പ്രകാശ്. വിവാദത്തിന് ഉത്തരവാദികൾ ദേവസ്വം മന്ത്രിമാരും ദേവസ്വം പ്രസിഡന്റുമാരുമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ വേണ്ടിവന്നാൽ സമരത്തിലേക്ക് കടക്കുമെന്ന് K മുരളീധരൻ. രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രതികരണം. സർക്കാരിന്റേത് കപടഭക്തിയെന്ന് MM ഹസൻ. അയ്യപ്പകോപം ഉണ്ടായി എന്നത് സത്യമാണ്, അതുകൊണ്ടാണ് ആഗോള സംഗമം സംഘടിപ്പിക്കേണ്ടി വന്നതെന്നും MM ഹസൻ. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ ഭീകരാക്രമണം, 2 പേർ കൊല്ലപ്പെട്ടു. സിനഗോഗിന് മുന്നിലെ ജനക്കൂട്ടത്തിന് നേരെ കാർ ഓടിച്ചു കയറ്റുകയായിരുന്നു. ജൂത കലണ്ടറിലെ പുണ്യദിനത്തിലാണ് ആക്രമണം. അക്രമിയെ വെടിവെച്ചു കൊന്നു. കൂത്തുപറമ്പ് MLA KP മോഹനന് നേരെ കയ്യേറ്റം. പ്രതിഷേധമുണ്ടായത് കണ്ണൂർ പെരിങ്ങത്തൂർ കരിയാട് അങ്കണവാടി ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ. MLAയെ കയ്യേറ്റം ചെയ്തത് സ്വകാര്യ ഡയാലിസിസ് സെന്ററിനെതിരെ പ്രതിഷേധിച്ച നാട്ടുകാർ. പ്രതിഷേധക്കാരുടേത് മോശമായ സമീപനമെന്ന് MLA. കയ്യേറ്റത്തിൽ കേസെടുത്ത് കണ്ണൂർ ചൊക്ലി പോലീസ്. ഷാഫി പറമ്പിൽ MPക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയെന്ന പരാതിയിൽ CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കില്ല. നിയമവശങ്ങളും മൊഴി വിവരങ്ങളും ചൂണ്ടിക്കാട്ടി പാലക്കാട് നോർത്ത് ടൗൺ CI ACPക്ക് റിപ്പോർട്ട് നൽകി. പോലീസിന് ഇരട്ടത്താപ്പെന്ന് പരാതിക്കാർ. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് മുന്നറിയിപ്പുമായി വിദ്യാഭ്യാസ മന്ത്രി. കോടതി വിധി പാലിച്ച് മുന്നോട്ടു പോകും. വെല്ലുവിളി അംഗീകരിക്കില്ലെന്ന് V ശിവൻകുട്ടി. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി. ചട്ടങ്ങൾ പാലിച്ചാണ് നിയമനം നടത്തുന്നതെന്ന് കോതമംഗലം രൂപത പ്രതിനിധി ഫാദർ ഷാജി മാത്യു മുണ്ടക്കൽ. വനിതാ ലോകകപ്പിലെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തിനിടെ വിവാദ പരാമർശവുമായി കമന്റേറ്റർ. പാക് അധിനിവേശ കശ്മീരിനെ പാക് മുൻ താരമായ കമന്റേറ്റർ സനാമിർ വിശേഷിപ്പിച്ചത് ആസാദ് കശ്മീർ എന്ന പേരിൽ. സനാമിറിനെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ പ്രതിഷേധം. ICC നടപടിയെടുക്കണമെന്നും ആവശ്യം. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഗുജറാത്ത് അതിർത്തിയിലെ സർക്രീക്കിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചാൽ കനത്ത തിരിച്ചടിയെന്ന് മുന്നറിയിപ്പ്. സർക്രീക്കിലൂടെ കറാച്ചിയിലേക്ക് വഴിയുണ്ടെന്ന് പാകിസ്ഥാൻ ഓർക്കണമെന്നും രാജ്നാഥ് സിംഗ്. ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിജിയെ പ്രകീർത്തിച്ച് RSS മേധാവി മോഹൻ ഭാഗവതിന്റെ വിജയദശമി സന്ദേശം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മജി നൽകിയ സംഭാവനകൾ വലുതാണ്. സമൂഹത്തെ അടിച്ചമർത്തൽ നിന്നും അനീതിയിൽ നിന്നും സംരക്ഷിക്കുകയാണ് മഹാത്മാഗാന്ധി ചെയ്തതെന്നും മോഹൻ ഭാഗവത്. കരൂർ ദുരന്തത്തിന് മുൻപ് TVK അധ്യക്ഷൻ വിജയ്ക്ക് നേരെ ചെരുപ്പെറിയുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ആസൂത്രിത ഇടപെടലെന്ന വാദത്തിനിടെ ദൃശ്യങ്ങൾ ആയുധമാക്കി TVK. കരൂർ ദുരന്തത്തിൽ വിശദീകരണം തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വിജയ്ക്ക് സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്ന് CRPFനോട് വിശദീകരണം തേടി. വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ തമിഴക വെട്രിക്കഴകത്തിൽ ഭിന്നത. CBI അന്വേഷണത്തെ എതിർത്ത് TVK ജനറൽ സെക്രട്ടറി N ആനന്ദ്. അപകടത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള തമിഴക വെട്രിക്കഴകത്തിന്റെ ഹർജി മദ്രാസ് ഹൈക്കോടതി മധുരൈ ബെഞ്ച് നാളെ പരിഗണിക്കും. അമേരിക്കയിൽ സർക്കാർ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ നാളെ തുടങ്ങുമെന്ന് വൈറ്റ് ഹൌസ്. ഡെമോക്രാറ്റുകളുടെ നിലപാടാണ് ഷട്ട്ഡൌണിന് ഇടയാക്കിയതെന്നും കുറ്റപ്പെടുത്തൽ. അമേരിക്കയിൽ സർക്കാർ സേവനങ്ങൾ ഭാഗികമായി അടച്ചുപൂട്ടിയത് ധനവിനിയോഗ ബില്ലുകൾ പാസാകാതെ വന്നതോടെ. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ പുകഴ്ത്തി കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു. ആരോഗ്യരംഗത്ത് കേരളം രാജ്യത്ത് തന്നെ മുന്നിട്ട് നിൽക്കുന്നു. കർണാടകയിലെ ആരോഗ്യ മേഖലയെ കേരളവും തമിഴ്നാടുമായാണ് താരതമ്യം ചെയ്തതെന്നും ദിനേശ് ഗുണ്ടുറാവു. രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ആരോപണമുന്നയിച്ച റിനി ആൻഡ് ജോർജ് CPIM വേദിയിൽ.
പറവൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പെൺ പ്രതിരോധം പരിപാടിയിൽ പങ്കെടുത്തു. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നതിൽ രാഷ്ട്രീയമില്ലെന്ന് റിനി 24-നോട്. റിനിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച് CPIM നേതാവ് KJ ഷൈൻ. തമിഴ്നാട് തിരുവണ്ണാമലയിൽ പോലീസുകാർ 19-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ നടപടി. അറസ്റ്റിലായ 2 പോലീസ് ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. കോൺസ്റ്റബിൾമാരായ സുരേഷ് രാജ്, സുന്ദർ എന്നിവർക്കെതിരെയാണ് നടപടി. ഇടുക്കി അണക്കരയിൽ ഗ്യാസ് ഏജൻസി ജീവനക്കാരനെ തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. ഗ്യാസ് കണക്ഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം. ഏജൻസി ജീവനക്കാരിക്കും മർദ്ദനത്തിൽ പരിക്കേറ്റു. സംഭവത്തിൽ 2 പേരെ കുമളി പോലീസ് അറസ്റ്റ് ചെയ്തു. ചെടിച്ചട്ടികൾക്ക് കമ്മീഷൻ വാങ്ങിയ സംഭവത്തിൽ സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണനക്ഷേമ വികസന കോർപ്പറേഷൻ ചെയർമാനെതിരെ നടപടി. KN കുട്ടമണിയെ സ്ഥാനത്ത് നിന്നും മാറ്റി. വിജിലൻസ് കേസെടുത്തതിന് പിന്നാലെയാണ് അടിയന്തര നടപടി. ക്രിമിനൽ കേസുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ കേരള സർവകലാശാല സർക്കുലറിനെതിരെ പ്രതിഷേധം ശക്തം. സർവകലാശാല വൈസ് ചാൻസലറുടെ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് SFIയും KSUവും രംഗത്ത്. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കാനും തീരുമാനം. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും അമ്മത്തൊട്ടിലിൽ 3 അതിഥികൾ കൂടിയെത്തി. 3 പെൺകുട്ടികൾ. തിരുവനന്തപുരത്തെ കുഞ്ഞുങ്ങൾക്ക് അഹിംസ അക്ഷര എന്നാണ് പേര്. ആലപ്പുഴയിലെ 20 ദിവസം പ്രായമുള്ള കുഞ്ഞിന് വീണ എന്നും പേര് നൽകി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തിനുള്ള കേന്ദ്ര സഹായം കുറഞ്ഞതിൽ വിമർശനം ശക്തം. കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല, അവകാശമാണ് ചോദിക്കുന്നതെന്ന് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ്. കേരളം ആവശ്യപ്പെട്ടതിലും കുറഞ്ഞ തുകയാണ് ലഭിച്ചതെന്ന് ദുരന്ത ബാധിതർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് 260 കോടി രൂപ മാത്രം അനുവദിച്ചത് കേരളത്തോടുള്ള കടുത്ത അവഗണനയുടെ ഉദാഹരണമെന്ന് മന്ത്രി K രാജൻ. കേരളത്തോട് മാനുഷിക പരിഗണന പോലും കാട്ടിയില്ലെന്ന് കൽപ്പറ്റ MLA T സിദ്ദിഖ്. തൃശൂരിൽ ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തട്ടിപ്പ്. കാട്ടൂർ പൊഞ്ഞനം സ്വദേശിക്ക് 15,000 രൂപ നഷ്ടമായി. സെപ്റ്റംബർ 27-നാണ് തട്ടിപ്പ് നടന്നത്. കഴിഞ്ഞ മാസം 21 നറുക്കെടുത്ത ലോട്ടറി ടിക്കറ്റ് നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യൻ ജനാധിപത്യം എല്ലാ വശത്തു നിന്നും ആക്രമിക്കപ്പെടുന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സാഹചര്യം വേണമെന്നും തെക്കേ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. കണ്ണൂർ ചെറുകുന്നിൽ BJP നേതാവിന്റെ വീടിന് നേരെ ബോംബേറ്. കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി K ബിജുവിന്റെ വീടിന് നേരെയാണ് ബോംബെറിഞ്ഞത്. ചെറുകുന്ന് തറയിൽ BJP പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം. PSC പരീക്ഷയിൽ കണ്ണൂരിൽ നടന്ന ഹൈടെക് കോപ്പിയടിയുടെ ചുരുളഴിക്കാൻ പോലീസ്. അന്വേഷണ ചുമതല കണ്ണൂർ ACP പ്രദീപൻ കണ്ണിപ്പൊയിലിന്. പ്രതികളായ സഹദ്, സബീൽ എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. തൃശൂർ ചാവക്കാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുത്തേറ്റു. ചാവക്കാട് SI ശരത് സോമൻ, CPO അരുൺ എന്നിവർക്കാണ് കുത്തേറ്റത്. കുത്തി പരിക്കേൽപ്പിച്ചത് ചാവക്കാട് സ്വദേശി നിസാർ. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാലിൽ മുറിവുമായി എത്തിയ രോഗിയുടെ കാൽവിരലുകൾ മുറിച്ച സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം പ്രഖ്യാപിച്ച് ആശുപത്രി സൂപ്രണ്ട്. അന്വേഷണത്തിനായി 4-അംഗ സമിതിയെ നിയോഗിച്ചു. രോഗിയുടെ മക്കൾ നൽകിയ പരാതിയിലാണ് അന്വേഷണം. 24 ഇംപാക്ട്. തമിഴ്നാട് വിഴുപ്പുറത്ത് കാർ ഡിവൈഡറിൽ തട്ടി മറിഞ്ഞ് തീപിടിച്ച് 3 പേർ മരിച്ചു. മൂന്നാറിലേക്കുള്ള വിനോദയാത്രയ്ക്കിടെ വിക്രവാണ്ടി ബൈപ്പാസിലാണ് അപകടമുണ്ടായത്. തമിഴ്നാട് ഊട്ടിയിലെ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. ഊട്ടി ക്ലബിന് സമീപമാണ് പുലി എത്തിയത്. CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കേരളത്തിലെ പ്രധാന വാർത്തകൾ. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് മിനിറ്റ്സ് വിവാദത്തിൽ പരാതിക്കാരനായ ഡോക്ടർ ലെനിന്റെ മൊഴിയെടുത്ത് കന്റോൺമെന്റ് പോലീസ്. വൈസ് ചാൻസലറും മിനി കാപ്പനും ചേർന്ന് മിനിറ്റ്സിൽ തിരിമറി നടത്തിയെന്നാണ് മൊഴി. കൊച്ചി തീരത്ത് മീൻപിടുത്ത വള്ളത്തിൽ കപ്പലിടിച്ചുണ്ടായ അപകടത്തിൽ MSC കമ്പനിക്കെതിരെ കോസ്റ്റൽ പോലീസിന് പരാതി നൽകി മത്സ്യത്തൊഴിലാളികൾ. 10 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നും ഇത് കമ്പനി നൽകണമെന്നുമാണ് ആവശ്യം. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്ക് പിന്തുണ അറിയിച്ച് നെയ്യാറ്റിൻകര NSS താലൂക്ക് യൂണിയൻ. കഴിഞ്ഞ ദിവസം കൂടിയ അടിയന്തര കമ്മിറ്റിയിലാണ് സുകുമാരൻ നായരെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്. തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് ഗാന്ധി ജയന്തി അനുസ്മരണ പരിപാടി നടന്നു. പുഷ്പാർച്ചനയും ദേശഭക്തി ഗാനവും ഗാന്ധി ഭജനകളും ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു.
പരപ്പനാട് നെടുവ പിഷാരിക്കൽ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം സംഘടിപ്പിച്ചു. നൂറുകണക്കിന് കുരുന്നുകൾ സരസ്വതി മണ്ഡപത്തിൽ ആദ്യാക്ഷരം കുറിച്ചു. നവരാത്രി ദിവസങ്ങളിൽ വിവിധ ക്ഷേത്രകലകളും മറ്റ് കലാപരിപാടികളും അരങ്ങേറി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ശ്രീ ആനന്ദ് നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി കൃഷ്ണദാസ് നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പത്തനംതിട്ട കോന്നി ചെമ്പനരുവി കടമ്പുപാറ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. കഴിഞ്ഞ ദിവസം പുലർച്ചെ പ്രദേശത്തിറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനയുടെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട സ്കൂട്ടർ കത്തിനശിച്ചു. തീപിടുത്തത്തിൽ വീടിന്റെ ജനൽച്ചില്ലുകളും തകർന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. അതിരപ്പള്ളിയിൽ ചികിത്സ നൽകി മടക്കി അയച്ച കാട്ടാനയുടെ നില ഗുരുതരം. കുളിരാംതോട് ജനവാസ മേഖലയ്ക്ക് സമീപത്താണ് ആന നിലവിലുള്ളതെന്ന് വനം വകുപ്പ്. ആലപ്പുഴ കായംകുളത്ത് ബാഡ്മിന്റൺ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മധ്യവയസ്കന് ദാരുണാന്ത്യം. പത്തിയൂർ സ്വദേശി ധർമ്മരാജനാണ് മരിച്ചത്. കോഴിക്കോട് പെരുവയൽ അങ്ങാടിയിലെ പെയിന്റ് കടയിൽ തീപിടുത്തം. സമീപത്തെ 4 കടകളിലേക്ക് തീ പടർന്നു. 2 കടകൾ പൂർണ്ണമായും കത്തി നശിച്ചു. ഇടുക്കി കല്ലാർകുട്ടി ഡാമിലേക്ക് ചാടിയ യുവാവ് മരിച്ചു. ഇഞ്ചപ്പാൽ സ്വദേശി അതുലാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കോഴിക്കോട് കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ ഗോതമ്പ റോഡിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. പാലക്കാട് മണ്ണാർക്കാട് കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിൽ സംഘാടകരും മത്സരാർത്ഥികളും തമ്മിൽ തർക്കത്തെ തുടർന്ന് മത്സരം നിർത്തിവച്ചു. വെഞ്ഞാറമൂട് അഗ്നിരക്ഷാ നിലയത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണം. നിർമ്മാണം പൂർത്തിയായി 1 വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിക്കാതെ കാട് കയറി കിടക്കുകയാണ് ഇവിടം. സിവിൽ ഡിഫൻസ് അംഗങ്ങളും അഗ്നിരക്ഷാ സേനാംഗങ്ങളും സംയുക്തമായി ചേർന്നാണ് ശുചീകരണം നടത്തിയത്. വനം വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ കോഴിക്കോട് ചേളന്നൂർ ശ്രീനാരായണ കോളേജിൽ രാവിലെ 10 മണിക്ക് വനമന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. നോക്കാം പ്രധാന അറിയിപ്പുകൾ. കൊല്ലം ജില്ലയിലെ സ്വാശ്രയ ITകളിലെ 2025-27 ബാച്ചിലെ മെറിറ്റ് സീറ്റിലേക്കുള്ള സയൻസ് വിഷയത്തിൽ ഒഴിവ്. അഭിമുഖം നാളെ. കാപ്പിൽ കാരാട് GHSL അധ്യാപക ഒഴിവ്. ഹൈസ്കൂൾ മലയാളം ഇംഗ്ലീഷ് വിഭാഗത്തിലേക്കാണ് ഒഴിവ്. അഭിമുഖം 6-ന് 10:30. പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ HS വിഭാഗം ഹിന്ദി അധ്യാപക തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം. അഭിമുഖം ഈ മാസം 6-ന്. ഫോർട്ട് കൊച്ചി വേളി GHSലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗണിത അധ്യാപക ഒഴിവ്. കൂടിക്കാഴ്ച നാളെ 11 മണിക്ക്. കൽപ്പറ്റയിൽ വിദേശ സർവകലാശാലകളിൽ ബിരുദാനന്തര ബിരുദം, ഗവേഷണം എന്നിവയ്ക്കായി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നൽകുന്ന നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 24-ന് അകം അപേക്ഷ നൽകണം. വയനാട്ടിലെ ടൂറിസം മേഖലയ്ക്ക് ഉണർവേകാൻ സംഘടിപ്പിക്കുന്ന വയനാട് ഉത്സവ് എന്ന പരിപാടിക്ക് ഊര് ഗോത്ര പൈതൃക ഗ്രാമത്തിൽ തുടക്കമായി. ഈ മാസം 5 വരെയാണ് പരിപാടി. ദേശീയ വാർത്തകൾ. ഇന്ത്യ ചൈന വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ധാരണ. ഈ മാസത്തോടെ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് വിവരം. പ്രമുഖ ഹിന്ദുസ്ഥാനി ഗായകൻ പണ്ഡിറ്റ് ചന്നുലാൽ മിശ്ര അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ദീർഘനാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലുള്ള AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖർഗെയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നെന്ന് മോദി. 2025-ലെ ജൻ വിശ്വാസ് ബില്ലിന് സെലക്ട് കമ്മിറ്റി രൂപീകരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. BJP MP തേജസ്വി സൂര്യയാണ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ. ബംഗളൂരു നഗരത്തിൽ തീപിടുത്തം. കനകപൂർ റോഡിലെ മെട്രോ സ്റ്റേഷൻ സമീപമുണ്ടായ തീപിടുത്തത്തിൽ 19 ഇലക്ട്രിക് സ്കൂട്ടറുകൾ കത്തി നശിച്ചു. ബീഹാർ, ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ബീഹാറിലെ 24 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ലഡാക്കിലെ സംഘർഷത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവ്. 4 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഉദ്യോഗസ്ഥർ. ഈ മാസം 4 മുതൽ 18 വരെ മൊഴി രേഖപ്പെടുത്തും. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ യുവതി ആശുപത്രി വരാന്തയിൽ പ്രസവിച്ചു. യുവതിക്ക് ചികിത്സ നിഷേധിച്ചതായി ബന്ധുക്കൾ. ഡ്യൂട്ടി ഡോക്ടറെ പിരിച്ചുവിട്ടു. 2 നഴ്സുമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. ഉത്തർപ്രദേശിൽ വീണ്ടും ബുൾഡോസർ രാജ്. സംഭലിലെ രാരി ബുസൂർ ഗ്രാമത്തിലെ 10 വർഷം പഴക്കമുള്ള മസ്ജിദിന്റെ ഭാഗം പൊളിച്ചു നീക്കി.
മധ്യപ്രദേശിൽ ട്രാക്ടർ ട്രോളി തടാകത്തിലേക്ക് മറിഞ്ഞ് 10 പേർ മരിച്ചു. ഖണ്ഡ്വ ജില്ലയിലെ പാന്ധാനയിലാണ് അപകടമുണ്ടായത്. ദുർഗാ നിമജ്ജന പൂജയിൽ പങ്കെടുക്കാൻ പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. രാജ്യാന്തര വാർത്തകൾ. വടക്കൻ ഗസയിൽ അവശേഷിക്കുന്നവർ ഉടൻ തെക്കൻ ഗസയിലേക്ക് പോകണമെന്ന് ഇസ്രയേൽ. പൗരന്മാർക്ക് കടന്നു പോകാനുള്ള അവസാന അവസരമാണ് ഒരുക്കുന്നതെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കട്സ് മുന്നറിയിപ്പ് നൽകി. മധ്യ ഗസയിലെ നെറ്റ്സാരിൻ ഇടനാഴിയുടെ പ്രവർത്തന നിയന്ത്രണം ഏറ്റെടുത്തുവെന്ന് ഇസ്രയേൽ സൈന്യം. ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലയിലെ ഗ്രേറ്റ തുൻബർഗ് അടക്കമുള്ള ആക്ടിവിസ്റ്റുകളെ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തു. മാനുഷിക സഹായവുമായി ഗസയിലേക്ക് പോവുകയായിരുന്ന ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലയിലെ ബോട്ടുകൾ തടഞ്ഞ ശേഷമായിരുന്നു അറസ്റ്റ്. ഖത്തറിനെ സംരക്ഷിക്കാൻ അമേരിക്കൻ സൈനിക നടപടി അടക്കമുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖത്തറിനെതിരായ ഇസ്രായേൽ ആക്രമണം US-ന് ഭീഷണിയാണെന്ന് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറയുന്നു. ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ഏത് ആക്രമണത്തെയും ഭീഷണിയായി കണക്കാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. പാക് അധിനിവേശ കശ്മീരിൽ സംഘർഷങ്ങൾ കയവില്ല. പാക് സൈന്യത്തിന്റെ വെടിവെപ്പിൽ മരണം 12. മുസഫറാബാദിലും കോട്ട്ലിയിലും പ്രതിഷേധം അക്രമാസക്തം. പാക് സൈനിക മേധാവിയെ പരിഹസിച്ച് പാകിസ്ഥാൻ സെനറ്റർ ഐമൽ വാലി ഖാൻ. ഡൊണാൾഡ് ട്രംപിന് സിമുനീർ അപൂർവ ധാതുക്കളുടെ പെട്ടി സമ്മാനിച്ച ചടങ്ങിനെ പരിഹസിച്ചാണ് പാകിസ്ഥാൻ പാർലമെന്റിൽ സെനറ്ററുടെ പ്രസ്താവന. LGBTQ അടക്കമുള്ള ലിംഗവൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ള ധനസഹായം നിർത്തലാക്കാൻ ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക ആസ്ഥാനമായ സ്ഥാപനങ്ങൾക്കും വിദേശത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും നൽകുന്ന ഫെഡറൽ ഫണ്ടുകൾ നിർത്തലാക്കാനാണ് US-ന്റെ തീരുമാനം. മൊറോക്കോയിൽ ജെൻസി പ്രതിഷേധങ്ങൾ അക്രമാസക്തം. പോലീസ് വെടിവെപ്പിൽ 2 പേർ മരിച്ചു. 300-ലധികം പേർക്ക് പരിക്ക്. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ ഗവർണർ സ്ഥാനത്ത് നിന്നും ലിസ കുക്കിന് തുടരാമെന്ന് US സുപ്രീം കോടതി. 2026 ജനുവരിയിൽ കേസിൽ കോടതി വാദം കേൾക്കുന്നതുവരെ ലിസ കുക്കിന് പദവിയിൽ തുടരാമെന്ന് കോടതി വ്യക്തമാക്കി. 100 ന്യൂസിലേക്ക് വീണ്ടും ഇന്ന് ബിസിനസ് ന്യൂസ്. കേരളത്തിൽ സ്വർണ്ണവിലയിൽ കുറവ്. 400 രൂപ കുറഞ്ഞ് ഒരു പവന് 87,440 രൂപയായി. ഗ്രാമിന് 50 രൂപ കുറഞ്ഞ് 10,880 രൂപയുമായി. ലോകത്തിലെ ഏറ്റവും ധനികനായ എലോൺ മസ്കിന്റെ ആസ്തിയിൽ വീണ്ടും വർധന. റിയൽ ടൈം ബില്യണേഴ്സിന്റെ സൂചിക പ്രകാരം $500 ബില്യൺ ആസ്തിയുള്ള ആദ്യ വ്യക്തിയായി മാറി ഇലോൺ മസ്ക്. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയും ഇറക്കുമതിയും നിർത്തിവെച്ചെന്ന് വിൻട്രാക്ക്. ചെന്നൈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും ബുദ്ധിമുട്ടിച്ചെന്നും ആരോപണം. അമേരിക്കൻ വീസകൾക്ക് ചെലവേറും. $250 വീസ ഇന്റഗ്രിറ്റി ഫീസും ചേർത്ത് 40,000 രൂപ നൽകണം. എല്ലാ കുടിയേറ്റതര വീസകൾക്കും ബാധകമാകുന്ന മാറ്റം ഇന്നലെ പ്രാബല്യത്തിൽ വന്നു. കായിക വാർത്തകൾ. അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യ ലീഡിലേക്ക്. വിൻഡീസിനെ 162 റൺസിന് എറിഞ്ഞിട്ട ഇന്ത്യ ഒന്നാം ദിവസത്തെ കളി നിർത്തുമ്പോൾ 2 വിക്കറ്റിന് 121 റൺസ് എന്ന നിലയിൽ. 2026 T20 ലോകകപ്പിന് യോഗ്യത ഉറപ്പാക്കി നമീബിയ. ആഫ്രിക്കൻ മേഖലയിലെ യോഗ്യതാ മത്സരത്തിൽ ടാൻസാനിയയെ തോൽപ്പിച്ചാണ് നമീബിയ ടിക്കറ്റ് ഉറപ്പിച്ചത്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ആഴ്സണലിന് ജയം. എതിരില്ലാത്ത 2 ഗോളിന് ഒളിമ്പ്യാക്കോസിനെ തോൽപ്പിച്ചു. സൂപ്പർ ലീഗ് കേരള 2ാം സീസണിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ കാലിക്കറ്റ് FC ഫോഴ്സ കൊച്ചിയെ തോൽപ്പിച്ചു. ബ്ലാക്ക് ഹോക്സിനെ നേരിട്ടു. ബ്ലോക്ക് ബസ്റ്റർ ചിത്രം കിഷ്കിന്ധ കണ്ടതിനു ശേഷം തിരക്കഥാകൃത്ത് ബാഹുൽ രമേശും സംവിധായകൻ ദിൽജിത്ത് അയ്യത്താനും ഒന്നിക്കുന്നു. എക്കോ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. ബോളിവുഡിലെ ഏറ്റവും സമ്പന്ന താരങ്ങളുടെ പട്ടികയിൽ 10,000 കോടിയിലേറെ ആസ്തിയുള്ള ആദ്യ താരമായി ഷാറൂഖ് ഖാൻ. 7,790 കോടി രൂപയുടെ ആസ്തിയുമായി നടി ജൂഹി ചൗളയും കുടുംബവുമാണ് 2ാം സ്ഥാനത്ത്. ഫാക്ട് ചെക്ക്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിന് ശേഷമുണ്ടായ വിവാദത്തിന് പിന്നാലെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമുമായി ബന്ധപ്പെടുത്തി ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. മടങ്ങിപ്പോകും മുൻപ് ദുബായിൽ നിന്ന് ഭക്ഷണം കഴിക്കവേ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾ ബഹളം വയ്ക്കുന്നു എന്ന രീതിയിലാണ് വീഡിയോ പ്രചരിക്കുന്നത്. എന്നാൽ ഇത് 2020 ഒക്ടോബറിൽ പാകിസ്ഥാനിലെ ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അത്താഴ വിരുന്നിന്റെ ദൃശ്യമാണ്. ലേറ്റസ്റ്റ് ന്യൂസ്.
ഡൽഹിയിൽ മലയാളി വിദ്യാർത്ഥികളെ പോലീസ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി. നിയമപാലകരിൽ ചിലരുടെ മോശം പെരുമാറ്റം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി കത്തിൽ പറഞ്ഞു. ഇന്ത്യയിലേക്കുള്ള വരവ് സ്ഥിരീകരിച്ച് ലിയോണൽ മെസ്സി. ഗോ ടൂർ ഓഫ് ഇന്ത്യ പരിപാടിയുടെ ഭാഗമായി ഡിസംബറിൽ ഇന്ത്യയിലെത്തും. 14 വർഷം മുൻപ് ഇന്ത്യയിൽ എത്തിയപ്പോൾ ലഭിച്ചത് നല്ല ഓർമ്മകളെന്ന് മെസ്സി. ആലപ്പുഴ കായംകുളം കാങ്കാലിൽ റോഡിലെ കുഴിയിൽ വീണ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. കായംകുളം കാക്കനാട് സ്വദേശി തുളസിയാണ് മരിച്ചത്. ബന്ധുവിനൊപ്പം ബൈക്കിൽ പോകവെ കുഴിയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഭീഷണി പ്രസംഗവുമായി BJP കണ്ണൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി അർജുൻ മാവിലക്കണ്ടി. അക്രമം തുടർന്നാൽ CPIM നേതാക്കളുടെ വീടുകൾക്ക് ബോംബെറിയും എന്ന് ഭീഷണി. CPIMന്റെ ബ്രാഞ്ച് ലോക്കൽ ഏരിയ സെക്രട്ടറിമാരുടെ വീടറിയാം. ഓരോരുത്തരുടെയും മക്കൾ എവിടെ പഠിക്കുന്നു എന്നറിയാമെന്നും ഭീഷണി. സർക്കാരുമായി അടുക്കുന്നതിലെ വിവാദങ്ങൾ തുടരുന്നതിനിടെ നിലപാട് വീണ്ടും ആവർത്തിച്ച് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. NSS രാഷ്ട്രീയമായി സമദൂരത്തിലാണ്, പക്ഷേ സമദൂരത്തിൽ ശരിദൂരം കണ്ടെത്തിയെന്നും G. സുകുമാരൻ നായർ. ഇപ്പോൾ കിട്ടിയത് ഗസയിലെ ജനങ്ങൾക്ക് സഹായ വസ്തുക്കളുമായി പുറപ്പെട്ട ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില കപ്പലുകളിൽ ഒരെണ്ണം ഇസ്രയേൽ ഉപരോധം ഭേദിച്ചതായി റിപ്പോർട്ട്. ഇതാദ്യമായാണ് ഒരു കപ്പൽ ഇസ്രയേൽ ഉപരോധം ഭേദിക്കുന്നത്. പഞ്ചാബിൽ BJP നേതാവും മുൻ മന്ത്രിയുമായ അനിൽ ജോഷി കോൺഗ്രസിൽ ചേർന്നു. നേരത്തെ BJP വിട്ട് ശിരോമണി അകാലിദളിൽ ചേർന്ന ജോഷി കഴിഞ്ഞ നവംബറിലാണ് പാർട്ടി വിട്ടത്. രാജസ്ഥാനിലെ കോട്ടയിൽ നീറ്റ് പരീക്ഷാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ബീഹാർ സ്വദേശിയായ 20-കാരനാണ് മരിച്ചത്. അടുത്തിടെ നിരവധി വിദ്യാർത്ഥി ആത്മഹത്യകളാണ് കോട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ന്യൂസ് പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.